സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വാദശസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം. പരീക്ഷത്തിന് ശ്രീ ശുകബ്രഹ്മ മഹർഷി ബ്രഹ്മോപദേശം ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഈ കഥ ആരംഭിക്കുന്നത് പരീക്ഷിത്ത് 7-ാമത്തെ ദിവസം തക്ഷകദംശം കൊണ്ട് തനിക്ക് നിര്യാണമാണെന്ന് ധരിച്ചുകൊണ്ടാണ് തീവ്ര വിരക്തനായി ഗംഗാതീരത്തിൽ വന്നിരിക്കുന്നത്. ഇത്രയും നേരം ഭാഗവതം പറഞ്ഞു, ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു. അതിലൂടെ ഭഗവത് ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും യോഗവും ധർമ്മശാസ്ത്രവും എല്ലാം ഭാഗവതത്തിലുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ബ്രഹ്മസൂത്രമുണ്ട്, ധർമ്മസൂത്രമുണ്ട്, യോഗസൂത്രമുണ്ട്, ഭക്തിസൂത്രമുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും ഭാഗവതത്തിനുണ്ട്. അതുകൊണ്ടാണ് പറയുക ഭാഗവതേ വിദ്യാവതാം പരീക്ഷ എന്ന്. ആ ഭാഗവത ശാസ്ത്രം ഇപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കി. പരീക്ഷത്തിന് അവസാനമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ തയ്യാറാവുകയാണ് ശ്രീ ശുകബ്രഹ്മ മഹർഷി. പരീക്ഷത്തിനോട് പറഞ്ഞു, ഹേ രാജൻ, ഇത്രയും ദിവസം അങ്ങ് നിത്യനിരന്തരം ശ്രവണം ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ മനസ്സിപ്പോൾ ലോകത്തിൽ ഒരു വിഷയത്തിലുമില്ല, എല്ലാം വിട്ടുപോയിരിക്കുന്നു. മനസ്സ് പ്രസന്നമായിരിക്കണം. ഇനി ഈ അറിവ് കൂടെ നിശ്ചയം വരുത്തുക, ഉള്ളിൽ നല്ല ഉറപ്പ് വരുത്തുക. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ഹേ രാജൻ, നിങ്ങൾ മരിക്കും എന്നുള്ള ഈ ഒരു ഭ്രമം അതിനെ ഉപേക്ഷിച്ച് കളയൂ. പശുബുദ്ധി എന്നാണ് അജ്ഞാനം, അവിദ്യ. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം നനങ്ഷ്യസി. മുമ്പ് ഉണ്ടായി പിന്നീട് ഇല്ലാതാവുക, ഇതൊക്കെ ദേഹത്തിൻ്റെ ധർമ്മമാണ്. ആത്മാവിന് ദേഹമൊന്നുമില്ല, അത് നിത്യഭുക്തമാണ്. സുഷുപ്തിയിൽ നമ്മൾ പ്രതിദിനം കാണുന്നുണ്ട്, ആത്മാ സ്വതന്ത്രമായി ശരീരമോ മനസ്സോ ഒന്നും കൂടാതെ സുഖസ്വരൂപമായിട്ടിരിക്കുന്നുണ്ട്. അത് വേദാന്തത്തിനൊരു പരമപ്രമാണമായ അവസ്ഥയാണ്. ഇത് തന്നെ നമുക്ക് നമ്മളുടെ ഉള്ളിലും നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ, when we investigate, inquire about our real nature, when we come to know that we are not the body, not the mind, not the ego, where we come to know that we are that deathless, immortal self, Atman, then that absolute freedom happens. നിർവാണം. ആ നിർവാണം അവിടെ ഉണ്ടാവുന്നു. ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം നനങ്ഷ്യസി ന ഭവിഷ്യസി ഭൂത്വാത്വം. വീണ്ടും ജനിച്ച് പുത്രൻ പൗത്രൻ എന്നുള്ള ബന്ധങ്ങളൊന്നും നിനക്ക് അങ്ങനെ ഉണ്ടാവില്ല. വിത്തും മുളയും പോലെ ഈ അവിദ്യയും സൃഷ്ടിയും കാര്യകാരണ ബന്ധത്തോടു കൂടെ തോന്നുകയാണ്. വാസ്തവത്തിൽ സ്വരൂപത്തിൽ ഈ ബന്ധമില്ല. ഒരു ഘടം പൊട്ടിക്കഴിയുമ്പോൾ ഘടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിന് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഘടം ആകാശത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കിയ പോലെ തോന്നുകയാണ്. ആ കുടം പൊട്ടിയത് കൊണ്ട് കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസിന് ഒന്നും സംഭവിക്കില്ല. അതേപോലെ
ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ശരീരത്തിനകത്തിരിക്കുന്ന ഈ സത്ത, ഈ ഉണ്മ, നമ്മുടെ വാസ്തവമായ സ്വരൂപം അതുകൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം, ഇതാണ് തത്വം. ഇത് നിശ്ചയിച്ചു കൊള്ളുക എന്നാണ്. ഘടേ ഭിന്നേ ഘടാകാശ ആകാശസ്യാദ് യഥാപുര ഏവം ദേഹേ മൃതേ ജീവ ബ്രഹ്മസമ്പദ്യതേ പുനഃ. മനഃ സൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ച ആത്മനഃ. മനസ്സാണ് ഈ ദേഹം ഞാനാണെന്നും ഈ ദേഹം വാസ്തവത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിൻ്റെ ഒരു കൽപ്പനയാണെന്നാണ്. ഇത് നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. പക്ഷേ ആ ജ്ഞാനവിചാരത്തിൻ്റെ പൂർണ്ണതയിൽ, സമാധിസ്ഥിതിയിൽ ഈ സത്യം അറിയുന്നു. ആത്മസ്വരൂപം ശരീരസമ്പർക്കമില്ലാതെ ഇരിക്കുന്നു, അത് പൂർണ്ണവും നിസ്സംഗവുമാണ്. ഈ തത്വം അറിഞ്ഞുകൊള്ളുക എന്ന് രാജാവിന് ഉപദേശിച്ചു. ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ആ തക്ഷകൻ വന്ന് ദംശിക്കുമ്പോൾ തക്ഷകനോ ഒന്നും തന്നെ നിനക്ക് മൃത്യുവിന് കാരണമാവില്ല. മൃത്യുവോ നോപദക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആധായ നിഷ്കലെ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിശാനനൈഃ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനഃ. ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്നിൽ അഹം അഹം ഞാൻ ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നത്. ശരീരം, മനസ്സ്, ബുദ്ധി മുതലായിട്ടുള്ളതൊക്കെ നീക്കിയാൽ ഏതൊരു സത്ത, ഒരു സുഖസ്വരൂപമായ വസ്തു അവശേഷിക്കുന്നുവോ അത് ബ്രഹ്മമാണ്. അതാണ് അഖണ്ഡ സച്ചിദാനന്ദമായ വസ്തു. അതാണ് എൻ്റെ വാസ്തവമായ സ്വരൂപം. ഇങ്ങനെ നിശ്ചയിക്കുക. ഇങ്ങനെ നിശ്ചയിച്ചു കഴിയുമ്പോൾ കടിക്കാൻ വരുന്ന തക്ഷകനോ അതുകൊണ്ടുണ്ടാവുന്ന വേദനയോ ഈ വിശ്വമോ ഒന്നും തന്നെ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് നീ കാണില്ല. എന്ന് വെച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന സുഖദുഃഖാദി അനുഭവങ്ങളോ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുന്നതോ ഒന്നും തന്നെ നമുക്ക് ആത്മാവിൽ നിന്ന് അന്യമായി തോന്നില്ല. സകലതും ആത്മസ്വരൂപമായിട്ട് തന്നെ അറിയും. ഇത് നല്ലവണ്ണം നിശ്ചയിച്ചു കൊള്ളുക എന്ന് ശുകബ്രഹ്മ മഹർഷി അവസാനത്തെ ഉപദേശം ആശീർവാദത്തോടു കൂടെ കൊടുത്തു. ഇത് കേട്ടിട്ട് പരീക്ഷിത്ത് സിദ്ധാസനത്തിൽ നിഷ്ഠയോടുകൂടെ യോഗസമാധിക്ക് നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന. അങ്ങയുടെ കരുണ കൊണ്ട് ഞാനിതാ സിദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു. ഐ എം റിയലി ബ്ലെസ്സഡ്. ഐ ഹാവ് അറ്റൈൻഡ്, ഐ ഹാവ് ഫൗണ്ട് ഫുൾഫിൽമെൻറ്റ്. ഇതാണ് ഞാൻ സിദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന. ശ്രാവിതോ യച്ഛമേ സാക്ഷാദനാദിനിധനോ ഹരിഹി. ജനനം മരണമില്ലാത്തതായ ഭഗവാന്റെ തത്വം, ഹരിയുടെ ആ വാസ്തവമായ സ്വരൂപം എനിക്ക് അവിടുന്ന് എൻ്റെ ആത്മാവിൽ നിന്ന് ഭിന്നമല്ലാതെ കാണിച്ചു തന്നിരിക്കുന്നു. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ഭഗവാനെ, തക്ഷകൻ മുതലായ മൃത്യുവിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നാണ്. തക്ഷകൻ ഒരു ഫോം ഓഫ് ഡെത്താണ്. ഡെത്ത് ക്യാൻ കം ഇൻ എനി ഫോം. സോ ഇൻ നോ ഫോം ഐ എം അഫ്രൈഡ്. നത്തിങ് ക്യാൻ അഫക്റ്റ് മീ. മൃത്യുഭ്യോ ന ബിഭേമ്യഹം. കാരണം എന്താ? പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയ. ഞാനിതാ ബ്രഹ്മനിർവാണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യു ഹാവ് റിവീൽഡ് ടു മീ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് അബ്സല്യൂട്ട് ഫിയർലെസ്നെസ്. എനിക്ക് അല്പം പോലും ഭയം സ്പർശിക്കാത്തതായ ബ്രഹ്മജ്ഞാനിയുടെ അവസ്ഥ അങ്ങ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ ഫ്രീ ആയിരിക്കുന്നു, സ്വതന്ത്രമായിരിക്കുന്നു. എനിക്ക് അനുമതി തരൂ. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ അജ്ഞാനം ച നിരസ്തം മേ. എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനവിജ്ഞാനനിഷ്ഠയ, അറിഞ്ഞ് അതിൽ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഞാൻ നിഷ്ഠ സമ്പാദിച്ചിരിക്കുന്നു. ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതഃ പദം. അവിടുന്ന് എനിക്ക് പരമക്ഷേമകരമായ ഭഗവാന്റെ പദം, ആ മുക്തിസ്വരൂപം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
എനിക്കിനി യാതൊന്നും അറിയാനില്ല, തൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും പരീക്ഷത്തിനെ സമാധിസ്ഥിതിയിൽ ഇരുത്തിയിട്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി സൂതൻ എന്ന ഉഗ്രശ്രവസ് എന്ന സൂതനെ ആശീർവദിച്ചിട്ട് അവിടെ നിന്ന് സ്വതന്ത്രമായി യയൗ യാദൃച്ഛികോ മുനിഹി, എങ്ങനെ വന്നു അങ്ങനെ തന്നെ അവിടുന്ന് സ്വതന്ത്രനായി ആനന്ദമായി അവിടുന്ന് പുറപ്പെട്ടു പോയി. ആ യോഗികളുടെ ചക്രവർത്തി. ഇങ്ങനെ പരീക്ഷത്തിൻ്റെ നിർവ്വാണം, ബ്രഹ്മനിഷ്ഠ. ഇതിനുശേഷം ദ്വാദശസ്കന്ധത്തിൽ മാർക്കണ്ഡേയ ചരിത്രവും മാർക്കണ്ഡേയൻ പരമേശ്വരനെ സ്തുതിക്കുന്നതും ഒക്കെ പറയുന്നു. യദ്ദർശനം നിഗമ ആത്മരഹ പ്രകാശം മുഹ്യന്തി യത്ര കവയോജപരായതന്തഃ തം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷം ആത്മനി ഗൂഢബോധം. ഭഗവാനെ സ്തുതിച്ചു. പരമേശ്വരൻ മുമ്പിൽ ആവിർഭവിച്ചു. എനിക്ക് ഹരിഹര അദ്വൈതാത്മികമായ ഭക്തി തരൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ മാർക്കണ്ഡേയൻ്റെ ചരിത്രം. മാർക്കണ്ഡേയന് ഭഗവാൻ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുട്ടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഒരു ചെറിയ ആലിലയിൽ കൃഷ്ണനായിട്ട് ദർശനം കൊടുത്തു മാർക്കണ്ഡേയന്. ആ കൃഷ്ണൻ്റെ ശ്വാസപ്രശ്വാസത്തിലൂടെ അകത്തേക്ക് ചെന്ന് വിശ്വം ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു. മായാദർശനമൊക്കെ ഉണ്ടായി. ഇങ്ങനെ മുകുന്ദ ദർശനം. ഇങ്ങനെ ഭാഗവതത്തിനെ നമ്മളിപ്പോൾ പൂർത്തി മംഗളമായ സമ്പൂർത്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഭാഗവത സഭ വളരെ അപൂർവമായ ഒരു സഭ, വളരെ ശാന്തമായി മംഗളമായിട്ട് ഇത്രയും നേരം നമുക്ക് ഭഗവാൻ നടത്തിക്കൊണ്ട് തന്നു. ഒരിക്കൽ കൂടെ ഇതിനു വേണ്ടി ഉദ്യമിച്ച സങ്കൽപ്പിച്ച ആ കുടുംബത്തിന് സർവ ഐശ്വര്യവും മംഗളവും ശാന്തിയും ക്ഷേമവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യ സൗഖ്യം അവർക്ക് ഭഗവാൻ നൽകട്ടെ. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അങ്ങനെ ക്ഷേമമായിട്ട് ഈ ശ്രവണം ചെയ്ത ഭക്തന്മാർക്കൊക്കെയും ഉള്ളിൽ സൗഖ്യം, ശാന്തി, ശ്രേയസ് ഉണ്ടാവട്ടെ. ഇതിനു വേണ്ടി ഉദ്യമിച്ച ഒരുപാട് പേരുണ്ട്. മുഖ്യമായി എടുത്തു പറയേണ്ടത് നമ്മുടെ രമേശ് ഭട്ട്. ഒരു കാമനയും കൂടാതെ എത്രയോ കാലമായിട്ട് ഈ അധ്യാത്മ വിഷയം കൊണ്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഉദ്യമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗവതനാണ് അദ്ദേഹം. പ്രിയമായിട്ട് എല്ലാ സ്ഥലത്തും ഓടി വന്ന് ഇതിനു മാത്രമല്ല, ഇതിനോട് കണക്റ്റഡായിട്ട് മാത്രമല്ല, എവിടെ തിരുവനന്തപുരത്തോ കേരളത്തിൽ എവിടെയാണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാവരും അത്രയും സരള ജീവൻ. അദ്ദേഹത്തിനെയും ഭഗവാന്റെ പൂർണ്ണ ആശീർവാദത്തോടുകൂടെ ക്ഷേമമായിട്ട് മംഗളമായിട്ട് ആ കുടുംബം ഇരിക്കണം. ഇങ്ങനെ ഇതിനു വേണ്ടി ഉദ്യമിച്ച എല്ലാവരും, പിന്നെ നമ്മളെ ചേർന്ന് പല ഭക്തന്മാരും ഇതിന് പുറകിലുണ്ടായിരുന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവരൊക്കെ എല്ലാവരും ഈ ഒരു ഭാഗവത കുടുംബ പരിവാരത്തിൽ ചേർന്നവരാണ്. മൂർത്തിയുടെ ഫാമിലി ആയാലും ശരി, ബേബി മാമി, അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കൂടെ എല്ലാം ചെയ്യാനും. അവർക്കൊക്കെ ഭഗവാന്റെ ആശീർവാദം അനുഗ്രഹം എപ്പോഴും ഉണ്ട്.
ഈ സത്സംഗം നമ്മളിപ്പോൾ 2 അധ്യായം വായിക്കാനുണ്ട്. അത് വായിച്ചിട്ട് നമ്മൾ പൂർത്തിയാക്കും. പിന്നെ പതിവ് പോലെയുള്ള കാര്യം തിരക്ക് കൂട്ടാതെ യജ്ഞപ്രസാദം നമ്മൾ പറഞ്ഞല്ലോ, ധ്യാനയോഗത്തിൽ നിന്ന് ഒരു പോർഷനാണ് യജ്ഞപ്രസാദം. മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും കുറച്ച് പുസ്തകങ്ങളുണ്ടാവും, അത് ചോദിച്ച് വാങ്ങിച്ചോളാം. ഇത് കഴിഞ്ഞ് കാണും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.